പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് റവയും തേങ്ങയും കൊണ്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇറച്ചി മുട്ടക്കറി എല്ലാം ഇതിൻ്റെ കൂടെ ഏത് വെച്ച് വേണമെങ്കിലും കഴിക്കാം. ഇതിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൈഡ് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പരത്തുമ്പോഴേ പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പില്ലേ അത് വെച്ച് പരത്തിയാൽ മതി. പക്ഷേ എനിക്ക് റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ടി 250 ഗ്രാം കപ്പിൻ്റെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. വെള്ളമൊക്കെ നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പം ഇതേപോലെ നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നല്ല മാവ് വെന്തും കിട്ടണം. അപ്പോൾ ഇത്രയും മതിയാവും. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ റവ എല്ലാം തണുത്തിട്ടിട്ടുണ്ട്. ഇനി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ മാവ് ഇട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. നമുക്കിനി പരത്തിയെടുക്കാം. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, എത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയിലിട്ട് മാവിട്ട് കൊടുത്തിട്ട് ഇതിന് ഓരോ ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കാം. ഇത് പൊട്ടിപ്പോകാതെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ബലം പ്രയോഗിച്ച് പരത്തേണ്ട ആവശ്യമില്ല. പതുക്കെ നൈസായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം.
ദോശക്കല്ല് ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും അത് മറിച്ചിട്ട് കൊടുത്ത് മറിച്ചും തിരിച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണയോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും തേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കാം. ഇപ്പോൾ വെന്ത് കെട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇനി എണ്ണ തടയി കൊടുക്കണം. കുറച്ച് 2 സൈഡിലും എണ്ണ തടയി കൊടുക്കണം. ഇനി മറിച്ചിട്ടിട്ട് വീണ്ടും എണ്ണ തേച്ച് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും നല്ല ചുവന്ന് കിട്ടണം. ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്.